ഹലോ ഗൈസ്, 9ാമത്തെ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞാൽ നമ്മൾ മൈനിങ് ചെയ്യാൻ പോണു ഗൈസ്. ഇന്ന് എന്തായാലും കുറച്ച് അയൺ ഉണ്ടാക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ, ഈ വീഡിയോ തീരുള്ളൂ. അപ്പോൾ ഫാമൊക്കെ ഉണ്ടാക്കാൻ ഈ അയണൊക്കെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് വേണം, പിന്നെ കുറേ പിക്കാസും ഉണ്ട് ഗൈസ്. കുറച്ച് ലൈറ്റും കൂടെ ഉണ്ടാക്കാം. ഇനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. 12 പിക്കാസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് നമ്മൾ നേരത്തെ കുഴിച്ചിട്ട് വെച്ച സ്ഥലത്തോട്ട് പോവാം. കുറേ ഇത് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഈ വീട്ടിൽ നമുക്ക് ഇനി മാറ്റണം. നമുക്കിനി താഴത്തോട്ട് പോകണം ഗൈസ്. താഴത്തോട്ട് പോകാൻ എളുപ്പമാണ്. നമുക്ക് ലെവല് 16 വേണം ഗൈസ്. 16 നമ്മൾ ഇങ്ങോട്ട് തന്നെ ഗൈസ് പോയേക്കണം. അത് തന്നെ ഇങ്ങോട്ട് തന്നെ പോകണ്ട. ഇനി ഞങ്ങൾക്ക് അയൺ കിട്ടുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ബോറടിക്കുക. അതുകൊണ്ട് നിങ്ങൾ അയൺ കിട്ടുമ്പോൾ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് പൊട്ടിച്ചോക്കും ഗൈസ്. 3 ഉണ്ട്, 4 അല്ല 5 ഉണ്ട് ഗൈസ്. 5 7 8 10 12 ഉണ്ട്. അപ്പൊ ഇത് കുറച്ചുണ്ടല്ലോ ഗൈസ്. ഒരു വെയിനാന്ന് തോന്നുന്നു ഗൈസ്. ഇത് വെയിനാന്ന് തോന്നുന്നു. വെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. 13 കിട്ടി. കുറച്ച് കോളും കൂടെ ആയിട്ടുണ്ട്. ഒരൊറ്റ ഇതിൽ 13 കിട്ടി. കുറച്ച് കോളും ഉണ്ട്. കുറച്ച് കോളൊക്കെ നല്ല അത്യാവശ്യമാണ്. അപ്പോൾ ഇനി കിട്ടുമ്പോൾ റിപ്പോർട്ട് ചെയ്യാം. വേറൊരു കുറച്ച് അയൺ കിട്ടിയായിരുന്നു, അത് ഞങ്ങൾക്ക് വീഡിയോ പറ്റിയില്ല. അപ്പോൾ വീണ്ടും അയൺ കിട്ടി. ഇവിടെ കിട്ടണെല്ലാം അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഫുൾ ആർമറാവാനുള്ള അയൺ കിട്ടി. ഇനി ഞങ്ങൾക്ക് വൂൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടി റെഡ് സ്റ്റോൺ വേണം. 33 അയണും കിട്ടി. ഇനി റെഡ് സ്റ്റോൺ വേണം കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് റെഡ് സ്റ്റോണുള്ള സ്ഥലം നോക്കേണ്ടി വരും. കുറച്ചുകൂടെ വെട്ടിയിട്ട് ഞങ്ങൾക്ക് റെഡ് സ്റ്റോൺ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 15ാമത്തെ ലെവലല്ലോ ഗൈസ്. ഞങ്ങൾക്കിനി ഈ സൈഡിലോട്ട് പോവാം. ഇനി കുറച്ചും കൂടെ അയൺ കിട്ടിയിട്ട് കാണിക്കാം.
ഡയമണ്ടിൻ്റെ ലെവലിലൊക്കെ കുഴിച്ചെത്തി. ഇതൊക്കെ അയൺ നമുക്ക് കുറേ കിട്ടി, പിന്നെ ഗോൾഡ് കിട്ടി. അയൺ വേണം നമ്മളെ മേലെ കൊണ്ട് ഉരുക്കാൻ പറ്റും. നമുക്കപ്പോൾ 59 ലെവലായപ്പോഴത്തേക്ക് നമുക്ക് റെഡ് സ്റ്റോൺ കുഴിക്കാൻ വന്നാൽ ശരിക്കും റെഡ് സ്റ്റോൺ ഫസ്റ്റ് തന്നെ കിട്ടി. റെഡ് സ്റ്റോൺ തന്നെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി. നിങ്ങൾക്ക് ഊൾഫാം ഉണ്ടാക്കാൻ റെഡ് സ്റ്റോൺ വേണമായിരുന്നു. അപ്പോൾ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ മേളിലുണ്ട് ഗൈസ്, ഈ മേളിലിരിക്കുന്നുണ്ട്. തീർന്നു. 23 കിട്ടി. 23. അപ്പോൾ ഇനി ഇങ്ങനെയെല്ലാം കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 41 റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി മേലേക്ക് പോവാം. അടുത്ത എപ്പിസോഡിൽ നമ്മളെ ഊൾഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് കിട്ടി. ഇനി മേളിൽ ചെല്ലണം. മേളിൽ കുറേ ബ്ലോക്ക് ഇങ്ങനെ പോകണം. 59ാമത്തെ ലെവലിൽ കുറേ പോകണം. മറ്റേ ഇനി അടുത്ത എപ്പിസോഡിൽ നെതർ ക്വാഡ്സൊക്കെ എടുക്കണം. നെതറിൽ പോയിട്ട് എന്നാലാണ് നമുക്ക് മറ്റേ മൂക്കനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൂക്കും വായിക്കുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുണ്ടാക്കിയാലാണ് ശരിയാവുള്ളൂ. ഇനി ഏറ്റവും മുകളിലേക്ക് ഇനിയും പോകണം. ഇനി കുറച്ചും പോയാൽ മതി ഗൈസ്. നമ്മളെ സ്റ്റോറേജ് ഫാം ഉണ്ടാക്കിയപ്പോൾ എത്താറായി. അപ്പം നല്ല സ്റ്റോറേജ് ഫാം ഉണ്ടാക്കിയപ്പോൾ നല്ല ഉപയോഗമാണ് ഗൈസ്. സ്റ്റോറേജ് ഫാം ഉണ്ടാക്കിയാണ്ട് നല്ല ഉപയോഗമാണ്. ഇപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി വെച്ചോളൂ. അതുകൊണ്ട് നല്ല ഉപയോഗമാണ് ഗൈസ്. നമ്മളിങ്ങനെ വലിയ പണിയണ്ട, ചെസ്റ്റിലോട്ട് തന്നെ വെച്ചാൽ മതി ഗൈസ്. ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം അങ്ങനെ പണിയുന്ന. ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പോൾ ഈ കല്ല് ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. വെക്കണം ഗൈസ്. ഈ കല്ലുകൊണ്ട് ഇങ്ങനെ വയ്ക്കണം. ഈ കല്ല് ഇങ്ങനെ വയ്ക്കണം. ഈ കല്ല് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ ഫുള്ള് വെച്ചാൽ മതി. തന്നെ ഉണ്ടെങ്കിൽ അത് വെച്ചോളും. ഇതിനി കൊണ്ടുപോയിട്ട് നേരെ ഈ കല്ലിനകത്തേക്ക് വയ്ക്കും. ഇതിനകത്ത് ഫുള്ളായി. ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.